ഹിന്ദു പേരുകളിൽ ഒളിച്ചിരിക്കുന്ന വിദേശ ഭീകരന്മാർ. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവൂർ ഹുസൈൻ റാണയും ഹിന്ദു മുഖം മൂടി അണിയുന്നത് എന്തിന്? മുംബൈ ഭീകര ആക്രമണത്തിന്റെ സൂത്രധാരനായ തഹാവൂർ റാണയുടെ പേര് ആദ്യം കേൾക്കുമ്പോൾ ഒരു ഹിന്ദുവാണ് എന്നേ ആരും പറയൂ. അയാളുടെ രൂപം കണ്ടാലും ഒരു ഹിന്ദുവിന്റെ മുഖം തന്നെയാണ് ഓർമ്മയിൽ വരിക എന്നാണ് പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ. എന്നാൽ മാധ്യമങ്ങൾ അയാളുടെ പേരിൽ ഹുസൈൻ എടുത്തു കളഞ്ഞാണ് പലപ്പോഴും അയാളുടെ പേര് പറയുന്നത്. ഇയാളുടെ മുഴുവൻ പേര് തഹാവൂർ ഹുസൈൻ റാണ എന്നാണ്. പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ 10 പേരടങ്ങുന്ന സംഘത്തെ 2008 മുംബൈ നഗരത്തിലേക്ക് കടലിലൂടെ ബോട്ടിൽ പറഞ്ഞയച്ച മികവാർന്ന ആസൂത്രണത്തിന്റെ മുഖ്യ സൂത്രധാരൻ. തഹാവൂർ റാണയുടെ പേര് സംബന്ധിച്ച് ഏറെ വിമർശനങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്. മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളിലും ഇയാളുടെ പേര് തഹാവൂർ റാണ എന്നാണ് എഴുതുന്നത്. വാസ്തവത്തിൽ ഇയാളുടെ പേര് തഹാവൂർ ഹുസൈൻ റാണ എന്നാണ്. എന്തിനാണ് ഹുസൈൻ എന്ന ഭാഗം മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചുവെക്കുന്നത് എന്ന ചോദ്യം ഇതോടെ ഉയരുകയാണ്. മതേതരം സംരക്ഷിക്കലാണോ പരമ്പരാഗത മോദി വിരുദ്ധ മാധ്യമങ്ങളുടെ ലക്ഷ്യമെന്ന ചോദ്യവുമുണ്ട്. കുറ്റം ചെയ്ത ആളുടെ വിശദാംശങ്ങൾ മറച്ചുവെക്കുന്നത് എന്തിനാണ് എന്നതാണ് പരക്കെ ഉയർന്ന വിമർശനം. അതിന് മതേതര മാധ്യമങ്ങൾക്ക് മറുപടിയുമില്ല. പാകിസ്ഥാനിൽ വേരുകളുള്ള കനേഡിയൻ പൗരനും ഡോക്ടറുമായ അദ്ദേഹം അമേരിക്കക്കാരനായ ലഷ്കർ ഇ തോയ്ബ സഹയാത്രികനായ റിച്ചാർഡ് ഹെഡ്ലിയുമായി ചേർന്നാണ് മുംബൈ സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്തത്. കണ്ടാൽ ഒരു ഹിന്ദുമുഖമാണ് തഹാവൂർ ഹുസൈൻ റാണയുടേത് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പേരിലെ ഹുസൈൻ മറച്ചുവെക്കുന്നതിന് പിന്നിൽ തെറ്റിദ്ധരിപ്പിക്കൽ തന്നെയാകാം എന്ന വിമർശനവും ശക്തമാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA കേന്ദ്രം ഭരിക്കുന്ന കാലത്ത് പാകിസ്ഥാനിൽ സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന കാനഡ സ്വദേശിയായ തഹാവൂർ ഹുസൈൻ ഇന്ത്യയിൽ പലതവണ പോയി വരാൻ കഴിയുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസ നൽകിയത് ആരാണ് എന്ന ചോദ്യവുമുണ്ട്. പാകിസ്ഥാനിൽ ജനിച്ച പാകിസ്ഥാൻ പട്ടാളത്തിൽ ക്യാപ്റ്റനായിരുന്ന തഹാവൂർ ഹുസൈൻ പിന്നീട് ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ സംശയം തോന്നാതിരിക്കാനാണ് കാനഡയിൽ പോകുന്നതും അവിടെ കനേഡിയൻ പൗരത്വം എടുക്കുന്നതും. കാനഡയിൽ നിന്നും ഇന്ത്യയിലെത്തി മുംബൈയിൽ ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസസ് എന്ന പേരിൽ ഒരു കമ്പനി അയാൾക്ക് എങ്ങനെ തുടങ്ങാൻ സാധിച്ചു? അത്രമാത്രം ദുർബലമായിരുന്നു ഇന്ത്യയിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ കോൺഗ്രസ് ഭരണകാലത്ത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യം തികച്ചും ന്യായമാണ്. അന്ന് കോൺഗ്രസ് സർക്കാർ മുസ്ലിം ലീഗിന്റെ മന്ത്രിയായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിരുന്നത് എന്നതും ശ്രദ്ധേയം. 2008 നവംബർ 16-17 തീയതികളിൽ തഹാവൂർ ഹുസൈൻ കൊച്ചിയിലെ താജ് ഹോട്ടലിൽ താമസിച്ചപ്പോൾ അദ്ദേഹത്തെ കണ്ട കേരളത്തിലെ 13 പേർ ആരൊക്കെയാണ് എന്നത് ഇനിയും തെളിഞ്ഞിട്ടില്ല. അക്കൂട്ടത്തിൽ മലയാളിയായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു എന്ന സംശയം ബലപ്പെടുകയാണ്. കൊച്ചിയിൽ അദ്ദേഹം എത്തിയത് തന്നെ എമിഗ്രേഷൻ കൺസൾട്ടന്റ് എന്ന വ്യാജേനയാണ്. ഇനി മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന പേരുള്ള വിദേശി ആരാണ്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? ഇയാളുടെ യഥാർത്ഥ പേര് സയ്യിദ് ദാവൂദ് ഗിലാനി എന്നാണ്. അദ്ദേഹവും പാകിസ്ഥാൻ സ്വദേശിയാണ്. സയ്യിദ് ദാവൂദ് ഗിലാനിയുടെ പിതാവ് പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്നു. ഇനി പറയൂ, എത്ര വിദഗ്ധമാണ് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട കൃത്രിമമായ ഒരു വിദേശ പേരിലൂടെ യഥാർത്ഥ പാകിസ്ഥാൻകാരൻ ഇത്രയും കാലം ഒളിച്ചിരുന്നത്? അതും കേരളത്തിലുള്ളവരുടെ, ഇന്ത്യയിലുള്ളവരുടെ സപ്പോർട്ടോടുകൂടി. ഇന്ത്യ അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ ആ ഒരു ഇടപെടൽ ഇതിൽ എന്തായാലും ഉണ്ടായിരുന്നിരിക്കും. അല്ലെങ്കിൽ അത്രത്തോളം വീക്കായിരുന്നോ കോൺഗ്രസ് ഭരണം എന്നതിന് ഉത്തരം നൽകേണ്ടുന്ന ചില ചോദ്യങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ മറ്റു പേരുകളിൽ, അതായത് യഥാർത്ഥ പേരുകൾ മറച്ചുവെച്ച് ഒരു ഹിന്ദു പേര് കേരളത്തിലും ഇന്ത്യയിലും കടന്നുകൂടാൻ സാധിച്ചത്, അതും വളരെ ഒരു ഇന്ത്യക്കാരൻ കേരളത്തിൽ ജീവിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ ജീവിക്കുന്നത് പോലെ പല ശക്തമായ ഇടപെടലുകൾ നടത്താൻ ഇയാൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് സഹായം ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അത് ആണ് ഇനി കണ്ടെത്തേണ്ടത്. ആരൊക്കെയായിരുന്നു അദ്ദേഹത്തെ കണ്ട ആ 13 പേർ? മറ്റ് ആരെങ്കിലും ഇദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടുകൾ കൊടുത്തോ എന്നത് വേണം അറിയാൻ. ഇനി അങ്ങനെയാണ് എങ്കിൽ അതിനെ സഹായിച്ച ഭരണരംഗത്തുണ്ടായിരുന്നവർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അവരെ എത്രയും പെട്ടെന്ന് ആ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ രാജ്യത്ത് നിന്ന് തന്നെ നാട് കടത്തേണ്ട ഒരു സ്ഥിതിവിശേഷം എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. എന്തൊക്കെയായാലും നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് നമ്മുടെ നാടിനെ പല രീതിയിൽ ഇത്തരത്തിൽ സുരക്ഷയില്ലാതെ കുട്ടിച്ചോറാക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംഭവം കൂടി തെളിവായി ഉയർന്നു വരികയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.